ഓഡിയൻസിന്റെ റിവ്യൂസ് കാണുന്ന അല്ലാതെ ആൾക്കാരുടെ റിവ്യൂസ് ഞാൻ എടുത്തു നോക്കുന്നത് കുറവാണ്. അതെ, ഞാൻ ആക്ച്വലി ഓരോരുത്തർ റിവ്യൂസ് എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന്റെ വഴി ഒരു ടോക്ക് കേട്ടായിരുന്നു, ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്, മിക്സ്ഡ് ഇതാണെന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ആക്ച്വലി നമ്മൾ ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് ആണ് ഏറ്റവും വലിയ ഒരു ഇതിന്റെ, ഞാൻ അതാണ് റിവ്യൂ ആയിട്ട് കാണുന്നത്. ഓരോ ആൾക്കാർക്ക് ഓരോ ഒപ്പീനിയൻ ആയിരിക്കും ഉള്ളത് പറയാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേറെതായിരിക്കും പറയാനുള്ളത്. പക്ഷെ നമ്മൾ കളക്റ്റീവായിട്ടാണ് കൂടുതലും ഒരു മൂവിയുടെ റെസ്പോൺസ് എന്നുള്ള ഒരു നമ്മളിത് എടുക്കുന്നത്. ഈ മൂവിക്ക് നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ കളക്ഷൻ ഇപ്പോൾ 50 crores കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അത് മാത്രം നമ്മൾ തിയേറ്ററിൽ പോയി ജസ്റ്റ് ഇരുന്നാൽ തന്നെ അതിൻ്റെ ഓളം നമുക്കറിയാം. അതിൽ നിന്ന് തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. ആ കയ്യടിയാണ് ഇതിൽ ഏറ്റവും വലിയ റിവ്യൂ. അതല്ലാതെ വേറൊരു മനുഷ്യൻ അല്ലെങ്കിൽ വേറെ എത്രയോ ആൾക്കാർ ഒരു മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ ഒരു വേറൊരു ക്യാമറയും ഒരു കുറച്ച് ലൈറ്റും വെച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ പറയുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ഫ്രീഡമാണ്. പക്ഷെ ഒരിക്കലും അതൊരു ജഡ്ജ്മെന്റ് ആയിട്ട് ഞാൻ അത് എടുക്കുന്നില്ല. ബിക്കോസ് അതിനും വലിയ ജഡ്ജ്മെന്റ് ആണ് നമ്മൾ ഒരു തിയേറ്റേഴ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് തന്നെയാണ് ഞാൻ ജഡ്ജ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് ഇസ് ദ റിവ്യൂ ഫോർ മീ. ഭയങ്കര നല്ല പ്രതികരണം. ഇപ്പോഴാണെങ്കിലും കാണാമല്ലോ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങുന്നത്. നമ്മൾ കണ്ടിട്ടാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനെ തന്നെയാണ് പറയാനുള്ളത് ഓരോ പ്രേക്ഷകരും. അപ്പം അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി പടം കാണാനുള്ള പ്രേക്ഷകർ എന്തായാലും ആരും ഡിസപ്പോയിന്റ് ആവത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ഒരു പ്രാവശ്യം നമ്മൾ പടം കണ്ട് നിർത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഇറ്റ് ഇസ് എൻ എന്റർടൈനിങ് പടം. ഇനിയും എല്ലാവരും കാണണം, വീണ്ടും കണ്ടുകൊണ്ടിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്നാൽ താങ്ക് യു.